നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ മെഡിറ്റേഷൻ സെഷൻ ചെയ്തുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമിയോടും അന്തരീക്ഷത്തോടും എല്ലാ ചരാചരങ്ങളോടും ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത രേഖപ്പെടുത്തുക. ഭൂമിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഹീലിംഗ് എനർജി ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചമാകെ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ശരീരത്തിലെ ഓരോ കോശങ്ങളും റിലാക്സ്ഡ് ആയതായി അനുഭവിക്കൂ. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രവാഹം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രവാഹത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ജീവിതത്തിൽ സാക്രിഫൈസിൻ്റെ പ്രാധാന്യം, ത്യാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ, നമ്മളുടെ സംഭാഷണ രീതിയിലും ഈ ത്യാഗമനസ്കത കൊണ്ടുവരണം. നമ്മുടെ ചിന്തകളുടെ ഉദ്ഭവസ്ഥാനത്ത് തന്നെ ശുദ്ധീകരണം നടത്തുകയും ചിന്തകളിൽ ത്യാഗം കൊണ്ടുവരിക, സംഭാഷണത്തിൽ ത്യാഗം കൊണ്ടുവരിക. അപ്പോൾ ക്രമേണ നമ്മൾക്ക് സർവ്വചരാചരങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാൻ തുടങ്ങുന്നു. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുറമേ അഭിനയിക്കാം, ചിലപ്പോൾ ദേഷ്യമുണ്ടെങ്കിൽ മറച്ചു വയ്ക്കാം, സങ്കടം മറച്ചു വയ്ക്കാം, സന്തോഷം മറച്ചു വയ്ക്കാം. പക്ഷേ ഹൃദയം എന്ത് പറയുന്നു? അവർ യഥാർത്ഥത്തിലുള്ള ഉള്ളിലുള്ള ഫീലിംഗ് എന്താണ്? അതിലേക്ക് കണക്ഷൻ ലഭിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ചിന്തയിൽ നിന്നും ഫീലിങ്ങിലേക്കുള്ള ഒരു യാത്ര നമ്മൾ തുടങ്ങുകയാണ്.
സ്നേഹത്തിലേക്കുള്ള യാത്ര. അപ്പോൾ ഈ തരത്തിലുള്ള ത്യാഗബോധമാണ് ഈ തരത്തിലുള്ള ഒരു കഴിവ് നമുക്കുണ്ടാക്കുന്നത്. സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നു. ആ സ്നേഹമാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നത്. നമ്മളതിനെ ഇന്ദ്രിയങ്ങൾക്കപ്പുറം എന്ന് പറയുന്നു. അതീന്ദ്രിയം എന്നെല്ലാം പറയുന്നത് ഇതിനാണ്. സ്നേഹത്തിൻ്റെ ആ കണക്ഷൻ, എല്ലാവരുമായ കണക്ഷൻ. ഒരുപാട് ആൾക്കാരായി സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. അവിടെ ഇരിക്കുന്നവരെല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണ്, അതിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ പെരുമാറാൻ സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്, ലിസൺ ചെയ്യുന്നത് എന്താണ്? ഹൃദയത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ ലിസൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായിട്ടുള്ള യാത്രയുടെ തുടക്കം എവിടെയാണ്? ഹൃദയത്തിൻ്റെ ആ ശബ്ദം കേൾക്കാനുള്ള കപ്പാസിറ്റി. സ്വാർത്ഥത ഇല്ലാതെയാകുന്നു, സഹിഷ്ണുത നാച്ചുറലാവുന്നു. കാരണം എല്ലാവരുടെയും ഉള്ളിലും ആ പൂർണ്ണത നിലനിൽക്കുന്നു എന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വരികയാണ്. സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്, എവ്രി ബുദ്ധ ഈസ് എ വേം ഇവോൾഡ്. ഓരോ പുഴുവിലും കൂടി ഒരു ബുദ്ധൻ ഒളിഞ്ഞിരിക്കുന്നു, പൂർണ്ണത ഒളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ പൂർണ്ണത വെളിവാകുന്നത് വരെ നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകുന്നു, സഹനശക്തി നോർമലാവുന്നു. സഹിക്കുക എന്ന് പറഞ്ഞാൽ ശക്തി ഉപയോഗിച്ച് സഹിക്കുക എന്നുള്ളതല്ല, സ്നേഹം കൊണ്ട്. ഇപ്പം എൻ്റെ കുട്ടി എന്നെ പിച്ചുക, മാന്തുക, ദേഷ്യപ്പെടുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നു. കാരണം അതവൻ കുട്ടിത്തമാണ്, കുറച്ച് കഴിഞ്ഞാൽ മാറും. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം ചൈൽഡിഷ് ബിഹേവിയറാണ്. സ്വത്തിന് വേണ്ടി തല്ലുപിടിക്കുക, രാജ്യങ്ങൾക്ക് വേണ്ടി തല്ലുപിടിക്കുക, സമ്പാദ്യത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ്നെസ്, ഇതൊക്കെ ഒരു ചൈൽഡിഷ് ബിഹേവിയറാണ്. കാരണം ഇവിടെ ഉപേക്ഷിച്ച് പോകാനുള്ളതാണ് ഇതെല്ലാം. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ ആ കേൾവി ശരിയായിട്ടുള്ള കേൾവിയല്ല. ഇപ്പോൾ നമ്മൾ ശരിക്കും കേൾക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് അതെല്ലാം ഫേസ് ചെയ്തിട്ട് അവരിലും ഈ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു പ്രാർത്ഥനാഭാവം വരികയാണ്. അപ്പോൾ നമ്മുടെ യാത്ര വേറൊരു ദിശയിലേക്കാണ്. വലിയൊരു ട്രാൻസിഷൻ പോയിൻ്റാണ്. സഹജമാർഗത്തിൻ്റെ മാസ്റ്ററായിട്ടുള്ള ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത്, ലവ് ഈസ് ദ ഇന്നർ അവേക്കനിങ് ടു റിയാലിറ്റി. യഥാർത്ഥത്തിലുള്ള സത്യത്തിലേക്കുള്ള തുറക്കലാണ് സ്നേഹം. ആ തരത്തിലുള്ള സ്നേഹം സ്വാതന്ത്ര്യം നൽകുന്നു, നിസ്വാർത്ഥമാകുന്നു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ സ്രോതസ്സിലേക്ക് ഉയരാനുള്ള ഒരു വെമ്പൽ നമ്മുടെ ഉള്ളിൽ, ക്രേവിങ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ പെരുമാറ്റവും പ്രവൃത്തികളും പുറത്ത് കൂടുതൽ നന്നാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ വിട്ടിട്ടുള്ള ഒരു നന്മയില്ല, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തരത്തിലൊരു നന്മയ്ക്ക് ഉയരാനായിട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടൊരു കാര്യമില്ല. നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ ത്യാഗബോധത്തോടു കൂടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് തിരിയാനുള്ള കഴിവുണ്ടാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങും. ഇതിനെയാണ് ആധ്യാത്മിക യാത്ര എന്ന് പറയുന്നത്, സ്പിരിച്വൽ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഈ വാക്കെല്ലാം കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും. ചിലപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും എന്താണോ എന്നൊരു സംശയം തോന്നും, സന്യാസമാണ്, വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അതൊന്നുമല്ല. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് തിരിയുക, മനസ്സിനെ ഉയർത്തുക, കൂടുതൽ സ്നേഹത്തിലേക്ക് ഉയർത്തുക എന്നെല്ലാം അർത്ഥമാകും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ ഹയർ സെൽഫ് കൊണ്ട് ഉയർത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഉള്ളിലുള്ള ഫൈനൽ വേർഷൻ ഉപയോഗിച്ച് ഉയർത്തും. അത് നിങ്ങളുടേക്ക് ഉപകാരവും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലോവർ സെൽഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ശത്രുവായിട്ട് പെരുമാറും. നമ്മളതിനെ സെറ്റാനെന്നൊക്കെ വിളിക്കും. അതെവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പോൾ നമ്മൾ കറക്ഷൻ കൂടുതൽ കൊണ്ടുവരാൻ നമ്മൾ ജീവിതത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത് നടക്കുന്നത്. നമ്മൾ രാവിലെ നടത്തുന്ന മെഡിറ്റേഷനും വൈകുന്നേരം നടത്തുന്ന ശുദ്ധീകരണം നടന്ന അത്ഭുതമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോൾ ഈ ഒരു തലത്തിൽ ഏറ്റവും മാക്സിമം ലെവലിലേക്ക് എത്താൻ ഉള്ളൊരു ക്രേവിങ് ഉള്ളിലുണ്ടാവും. എനിക്ക് മാക്സിമൈസ് ചെയ്യണം, സർവ്വചരാചരങ്ങളെയും മനസ്സിലാക്കുന്ന രീതിയിൽ, പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്ന രീതിയിൽ എനിക്ക് വളരണം. അതാണ് എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് എന്ന നിലപാട്. ബോധത്തിൻ്റെ വികസനം. ബോധത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ വികസനമാണ്. സഹജമാർഗത്തിലെ മാസ്റ്ററായ ചാരിജി മഹാരാജ് വളരെ ഷോർട്ടായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തി മാസ്റ്ററോട് ചോദിക്കുകയാണ്, ഒരു പാമ്പിൻ്റെ ജീവിതം എന്തായിരിക്കും? അപ്പോൾ ചാരിജി മഹാരാജ് പറഞ്ഞു, അതിനൊരു പാമ്പായി മാറണം എന്നാണ് പറഞ്ഞത്. നമ്മൾ അതായി മാറുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ. ആ സിറ്റുവേഷൻ എന്താ, ആ കണ്ടീഷൻ എന്താണ്. ഒരു കുട്ടിയെ ടീച്ചർ മനസ്സിലാക്കുന്ന കുട്ടിയുടെ ആ ലെവലിലേക്ക് താഴാൻ സാധിക്കും. താഴുക എന്ന് പറഞ്ഞാൽ മോശമാവുകയല്ല, ഒരുപാട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിന് സ്നേഹത്തിന് മാത്രമേ സാധിക്കൂ. സ്നേഹം എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൻ്റെ പൂർണ്ണതയിലെത്താനുള്ള ക്രേവിങ് വരുന്നു. എന്തായിരിക്കും ആ സ്നേഹത്തിൻ്റെ സ്വഭാവം? അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ യാത്രയിൽ നമ്മളെ ഗൈഡ് ചെയ്യേണ്ട ആൾക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് ഗൈഡൻസ് ആവശ്യമുണ്ട്. കളി പഠിക്കണമെങ്കിൽ, മ്യൂസിക് പഠിക്കണമെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന ഒരു വ്യക്തിത്വം ഒരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ സ്നേഹത്തിൻ്റെ യാത്രയിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ നമ്മളെക്കാളും ഉയർന്ന് ആ സ്നേഹത്തിൻ്റെ ആ സ്രോതസ്സുമായിട്ട് പെർമനൻറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അർജുനൻ ചോദിക്കുകയാണ്, എന്താണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധി സസ്യ കേശവ സ്ഥിതദീഹി കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. എങ്ങനെയാണ് ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ള പെർഫെക്റ്റ് ബാലൻസിലുള്ള ഈ സ്നേഹത്തിലേക്ക് വരുന്നൊരു വ്യക്തി സംസാരിക്കുക, വരിക, ഇരിക്കുക? ആ പെരുമാറ്റത്തിലൂടെയാണ് അവരെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്, നല്ല പ്രഭാഷണങ്ങൾ നടത്തുന്നു, നല്ല ലേഖനങ്ങൾ എഴുതുന്നു. അതെല്ലാം തീർച്ചയായിട്ടും നല്ലതാണ്, നമുക്ക് കേട്ടാൽ വളരെ അട്രാക്റ്റീവ്. പക്ഷേ ആ വ്യക്തി എങ്ങനെയാണ്? ആ വ്യക്തി ട്രാൻസ്ഫോംഡ് ആയോ? അപ്പോൾ നമ്മൾ ക്ലോസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയുള്ള വ്യക്തിത്വത്തെ ആയിട്ട് ഏറ്റവും ശ്രദ്ധിക്കപ്പെടാത്ത അവസരങ്ങളിലും കൂടി ശ്രദ്ധിക്കണം. മഹാത്മാഗാന്ധിജി പറയാറുണ്ട്, ഗ്രേറ്റ്നെസ് റിവീൽ ചെയ്യപ്പെടുന്നത് ശ്രദ്ധിക്കപ്പെടാത്ത അവസരങ്ങളാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ലാളിത്യം സിമ്പിളായിട്ടൊരു വാക്കാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ 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 ഡീപ്പാണ്. സിംപ്ലിസിറ്റി മീൻസ് ഇറ്റ് ഈസ് ആസ് ഇറ്റ് ഈസ്. ബാബുജി മഹാരാജ് പറയുന്നത് എന്താണോ അത് തന്നെ നിലകൊള്ളാൻ സാധിക്കുക. അപ്പോൾ ആ സ്നേഹമായി തന്നെ നിലകൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം, എപ്പോഴും ആരോടും ഒരു വ്യത്യാസമില്ലാതെ ഉള്ളിൽ തന്നെ സന്തുഷ്ടനായി, ആത്മന്യൈവാത്മന തുഷ്ട. ഭഗവാൻ ശ്രീകൃഷ്ണൻ എക്സ്പ്ലെയിൻ ചെയ്യണം, പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യൈവ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. സ്വന്തം ഉള്ളിൽ തന്നെ സ്നേഹത്തിൻ്റെ ആ കമ്പാഷൻ്റെ ആ ഒരു സ്രോതസ്സിൽ സെറ്റിൽഡായിട്ട് ആരോടും വിരോധമില്ലാതെ. അപ്പോൾ ആ സ്ഥിതപ്രജ്ഞയെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ കൂടുതൽ കണ്ടിന്യൂ ചെയ്യുന്നത്, ആരോടും ദേഷ്യമില്ലാതെ, ഭയവും ക്രോധവും എല്ലാം റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ആവശ്യത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുന്നു, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ. അങ്ങനെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ തേടാൻ നമുക്ക് തോന്നുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വ്യക്തിയെ കാണാൻ സാധിക്കുക? നമ്മൾ പുറത്ത് എത്ര അന്വേഷിച്ചാലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഉള്ളിലേക്ക് തന്നെ തിരിയുക. എൻ്റെ ഉള്ളിലുള്ള മാക്സിമൈസ്ഡ് ആയിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട്, അഹംബോധത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രെയർഫുൾ സ്റ്റേറ്റിലിരിക്കുക. എനിക്ക് ആ ഒറിജിനൽ സ്രോതസ്സ് പോലെ തന്നെ, സ്നേഹത്തിൻ്റെ സ്രോതസ്സ് പോലെ തന്നെ തീരണം. നമ്മൾ അതിനെ ഈശ്വരൻ എന്ന് വിളിക്കാം, പേരിനല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ്. പ്രാർത്ഥനാഭാവത്തിൽ എല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഒരു കമ്മ്യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഉള്ളിൽ നിന്ന് കേൾക്കാനുള്ള ആ കഴിവ്, ലിസൺ ചെയ്യാനുള്ള കഴിവ് നമുക്ക് മുമ്പേ വന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. ക്രമേണ അതിൽ ഏറ്റവും ഉയർന്ന, നമുക്ക് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ഗൈഡിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഏതൊരു കാര്യത്തിനും ഗൈഡൻസ് ആവശ്യമുണ്ട്, ഇവിടെയും ഗൈഡൻസ് ആവശ്യമുണ്ട്. നമ്മൾ അദ്ദേഹത്തെ ഗൈഡ് എന്ന് വിളിക്കാം, ഗുരു എന്ന് വിളിക്കാം, മാസ്റ്റർ എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയെ സമീപിക്കുക, എന്നിട്ട് അദ്ദേഹവുമായി ഇൻട്രാക്ട് ചെയ്യുക, അദ്ദേഹം തരുന്ന ആ സ്നേഹപ്രവാഹം
അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതിനാണ് പ്രാണാഹുതി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള സെഷനിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് കിട്ടിയാൽ നല്ലതാണ്. ഡിസ്കഷൻ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാം, പക്ഷേ കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തരത്തിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത സെഷനിൽ എങ്ങനെയാണ് അത് സാധിക്കുക എന്നതിനെക്കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.